Good afternoon to all. Good afternoon. Good afternoon, Miss. Good afternoon. Start Start with prayer. Let us pray and sign. Okay? Prayer ആരാ ചൊല്ലുന്നേ? കേൾക്കുന്നുണ്ടോ? Am I audible? മിസ്സേ പ്രയർ ശരണ്യായിരുന്നു ചെയ്യാന്ന് പറഞ്ഞത്. ശരണ്യനെ കാണുന്നില്ല. ഓ ശരണ മിസ്സിംഗ് ആണ്, കാണുന്നില്ല. ഓക്കെ, അപ്പൊ ആരെങ്കിലും പ്രയർ ചൊല്ലും. മാം ഞാൻ ചെയ്യാം. ഓക്കെ. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamonds, and nothing I desire compares with you. And nothing I desire compares with you. Okay. Then തോട്ട് പറയട്ടെ മിസ്സേ? Thought of the day. Arise, awake and stop not till the goal is reached. സ്വാമി വിവേകാനന്ദ. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യം കൈവരിക്കുന്നത് വരെ നിൽക്കരുത്. സ്വാമി വിവേകാനന്ദൻ. താങ്ക് യു. Sign in. Today I am going to tell you a story. The title of the story is The Two Cats and the Monkey. Once upon a time, there were two cats. They were good friends. They got a piece of bread. While sharing, they made a big and small pieces. So they began to fight for the bigger piece. At the same time, a monkey saw them fighting. The monkey said, I will share it equally. He bit the bigger piece to make it equal. Again, it bit the other bigger piece to make it equal. Bit by bit, he ate the whole bread and went away happily. The poor cats lost the bread. Moral: we must learn to share what we have. Signed in by Shruti. okay. Then how are you all? Lunch കഴിച്ചോ? ഓക്കെ, ഇന്ന് തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? നല്ല ക്ലാസ് അല്ല, എക്സ്പെക്ട് ചെയ്തോ? ഇല്ല. സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? ഉറക്കം വരുന്നുണ്ടോ? ആതിര മിസ് ഇന്നലെ പറഞ്ഞിരുന്നു മിസ്സായിരിക്കുന്നു. ഓ അറിയായിരുന്നു. ഓക്കെ, എന്നിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ല, ഞാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വരണമായിരുന്നോ? ഞാൻ എന്റെ ക്ലാസ് വേണമായിരുന്നോ? വേണമായിരുന്നു. അതെ, എന്തോ പറഞ്ഞല്ലോ, കേട്ടില്ല. മിസ് ഞാൻ ഇവിടെ പറഞ്ഞതായിരുന്നു വീട്ടില്, അപ്പൊ പെട്ടെന്ന് ഓഡിയോ ഓണായിരുന്നു, അതാണ്. അപ്പൊ ഞാൻ വരണമായിരുന്നു അല്ലെ, എന്റെ ക്ലാസ് വേണമായിരുന്നു. അറിയാം എന്തിനാണെന്നൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് വന്നത്. എനിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ ഏത് പോർഷൻ എടുത്തതെന്ന് പറയാമോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ പോസ്റ്റ് എടുക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എവിടെ വരെ എടുത്തേ? ടെൻസ് ആയിരുന്നു. ഏത് ടെൻസ് ആയിരുന്നു? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ മിസ്സേ? ആണോ? അതിനെ കുറച്ച് നമ്മൾ ചെയ്യായിരുന്നു മിസ്സേ. എന്നിട്ട് അത് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു എല്ലാരും.
അതൊക്കെ പോട്ടെ. ഇന്ന് ക്ലാസ് ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല, വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചു. എന്താണ് നാളെ എന്താണ്? നാളെ എക്സാം ആണ്. അറിയോ? പഠിച്ചിട്ടുണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട് മിസ്സേ. പഠിച്ച് ടെൻഷൻ അടിച്ചോ? വേറെ കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് പറഞ്ഞേ. ടെൻഷൻ അടിക്കാം, അത്രേ ഉള്ളൂ. അത്രയോ? ഇപ്പം അടിക്കുക. ടെൻഷൻ അടിച്ചതിന് ഉപകാരം ഇല്ലെങ്കിൽ പോലും ഉപദ്രവമുണ്ട്, സൈഡ് എഫക്ട് ഉണ്ടാവും. പ്രയർ ചൊല്ലിയോ? ഇതോ ആ ഇല്ല, 1:38 ആയപ്പോ പ്രയർ ചൊല്ലിയോന്ന് പറഞ്ഞ ശരണ്യ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്യണ്ടേ? പറയൂ, ചെയ്യണം. സോറി മിസ്സേ, അത് അമ്മേനെ ആക്കി കൊടുക്കാൻ പോയതാ ബസ് കയറാൻ. അപ്പൊ 1:30 വരെ നോക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങള് റെഗുലറി ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അത് എല്ലാവരോടും കൂടി പറയാം കേട്ടോ. ഇപ്പൊ ആരെങ്കിലും പ്രയറോ അങ്ങനെയെങ്കിലൊക്കെ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടാവും അല്ലെ? സോ അവരെ ഒരു 1:30 വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1:31 വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും കേട്ടോ. നമുക്ക് കാരണം ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് വേണ്ടി എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യാം? അങ്ങനെ വേണ്ട. എന്തെങ്കിലും തിരക്കാളോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി അവർ കറക്റ്റ് ടൈമിൽ വരാത്തത്. അത് നമ്മൾ മനസ്സിലാക്കി കാര്യം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ സോൾവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പറയൂ. എക്സാമിന്റെ പോർഷൻസ് നമുക്ക് നൗൺസ് ആൻഡ് പ്രോനൗൺസ്, പിന്നെ വെർബ് സിസ്റ്റം, അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഫ്രേസസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസസ്, നൗൺസ്, നൗൺ ഫ്രേസസ് ആൻഡ് ക്ലോസസ്, അഡ്വർബ്, അഡ്വർബൽ ഫ്രേസസ് ആൻഡ് അഡ്വർബൽ ക്ലോസസ്. ഇത്രയല്ലേ മിസ് ഉള്ളൂ? എല്ലാം പഠിച്ചോ നിങ്ങള്? 2, 3, 6, 7, 8 ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചോ? കംപ്ലീറ്റ് ആയി? ഫ്രേസസും ക്ലോസസും വരുമ്പം ഇപ്പോഴും ഉണ്ട് കൺഫ്യൂഷൻസ്. അതില് 7 ഇല്ല. 7 ചാപ്റ്റർ എക്സാമിനേ വരില്ല. അത് നമ്മൾ വിട്ടേക്കാ വേണമെങ്കിൽ. വരില്ല, പേടിക്കണ്ട. ഓക്കെ, നൗണിന്റെ എക്സാമിന് വരില്ല കേട്ടോ ചാപ്റ്റർ. ബാക്കി എല്ലാത്തിനും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് എല്ലാം അറിയാമെന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ? എല്ലാം പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ നിന്ന് പോകുന്നത്. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ? ഓടിച്ച് പറഞ്ഞു പോകായിരുന്നു ഇന്ന്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ ഇംഗ്ലീഷിന്. അപ്പൊ അതിന്റെ ഒരു പേടിയൊന്നും വേണ്ട. 10 ഉള്ളൂ. നിങ്ങൾ എങ്ങനെയും പാസ്. സിമ്പിൾ ആണ്. നമുക്ക് ഇമ്പോർട്ടന്റ് പറഞ്ഞോ? വേണോ? വേണം 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 മിസ്. നിങ്ങൾ വല്ലാതെ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ? ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ? 10 ക്വസ്റ്റ്യൻ തരട്ടെ? സന്തോഷം, വളരെ സന്തോഷം. സന്തോഷം. എന്നാ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനോട് തരട്ടെ? എന്നാ ഫുള്ള് കിട്ടും. ഞങ്ങൾക്ക് കുഴപ്പമില്ല മിസ്സേ, തന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലല്ലോ. ഇത്രയും സിമ്പിൾ ആയിട്ട് എക്സാം എഴുതി പോവാ. എന്താ രസം. ഇമ്പോർട്ടന്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചെറിയ വെറുതെ ചുമ്മാ വരണ്ടായിരുന്നു ക്ലാസ്സിൽ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലേ അറ്റൻഡ് ചെയ്യുന്നു വരുള്ളൂ. മിസ് വരുമ്പോ ഞങ്ങൾക്ക് അറിയാം. ഓ അങ്ങനെ കൊള്ളാം കൊള്ളാം. ഇങ്ങോട്ടും ആണ് ഇപ്പൊ അല്ലെ? ഇങ്ങോട്ട് കൊടുത്തുന്നു. ഞാൻ ഗായത്രി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാമില് ചാറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു മിസ്. അപ്പൊ ഞാൻ ജയശ്രീ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റേഴ്സ് ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ എന്ന്. നമുക്ക് ടൈം ടേബിൾ തന്നപ്പോ 1 to 8 എന്നാ കൊടുത്തിരുന്നേ. അപ്പൊ മിസ്സിനെ വിളിക്കാൻ വേറൊരു ഓപ്ഷനും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ വന്നല്ലോ. ജയശ്രീ സ്വന്തം റീലൊക്കെ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് ഞങ്ങൾക്ക് എപ്പോഴും ഷെയർ ചെയ്യുന്ന മിസ്. പിന്നെ ഇന്റേൺഷിപ്പിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചുമ്മാ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതില് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്
നൗണിനെ ബേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിലെ പേഴ്സണൽ പ്രോണൗൺ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? 4 ഓപ്ഷൻ തന്നിട്ട് പ്രോപ്പർ നൗൺ ഏതാണ്, കോമൺ നൗൺ ഏതാണ്, കളക്റ്റീവ് നൗൺ ഏതാണെന്ന് 4 ഓപ്ഷൻ തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോ പഠിക്കേണ്ടത് എന്താണ്? പ്രോപ്പർ നൗൺ എങ്ങനെ ഏതൊക്കെയായിരിക്കാം, കോമൺ നൗൺ എങ്ങനെയായിരിക്കാം, കളക്റ്റീവ് നൗൺ എങ്ങനെയായിരിക്കാം, ജസ്റ്റ് ഒന്ന് അബ്സ്ട്രാക്ട് എങ്ങനെയായിരിക്കും ഒന്ന് പഠിച്ചു വെക്കാം. കാരണം 4 ഓപ്ഷൻ തന്നിട്ട് അതില് ഇപ്പൊ കളക്റ്റീവ് നൗൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ആയിട്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, സിമ്പിൾ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ഏതാണ്? പിന്നെ പ്രോണൗണിലൊക്കെ വരാണെങ്കിൽ സെയിം. നമുക്ക് പ്രോണൗണിൽ കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയാനുള്ളത് റിലേറ്റീവ് പ്രോണൗൺ ആണ് കേട്ടോ. അതില് നമുക്ക് റിലേറ്റീവ് പ്രോണൗണിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, റിലേറ്റീവ് പ്രോണൗൺ ഇമ്പോർട്ടന്റ് ആണ്. പ്ലേസ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേറെ ആണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, സീക്രട്ട് ആണ്, ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ട്. ദെൻ പിന്നെ ഏതാണ്? റിഫ്ലെക്സീവ് പ്രോണൗൺ. ഇതൊക്കെ കീവേഡ്സ് പഠിച്ചിരിക്കൂ. അതില് പഠിക്കേണ്ടത് റിഫ്ലെക്സീവ്, ഇൻഡിഫിനൈറ്റ്, റെസിപ്രോക്കൽ. ഇത് 3 ഏതെങ്കിലും പഠിച്ചാലും മതി. എക്സാമിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാം പഠിക്കണം. ഇൻഡിഫിനൈറ്റ്, റെസിപ്രോക്കൽ, റിഫ്ലെക്സീവ്, 3 എണ്ണം. ഓക്കെ, അപ്പോ നൗണിൽ പഠിക്കേണ്ട ഏതൊക്കെയാണെന്ന് പറഞ്ഞു, പ്രോണൗണിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? ആ ചാപ്റ്റർ ക്ലിയർ ആയില്ലേ? മിസ് ഒന്നും കൂടി പറയൂ മിസ്സേ. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതിയോ എന്നാല്? നൗണില് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാ? കളക്റ്റീവ് നൗൺ, പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ. ഇത് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ലേ? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം. പെൻ, മൊബൈൽ ഫോൺ, TV, beauty. Okay, pick out the abstract noun from the following. ബ്യൂട്ടി. അല്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന ആൾക്കാരെ എഴുതാൻ പറ്റില്ലേ? അത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലെ ചിലപ്പോ കളക്റ്റീവ് നൗൺ ചോദിക്കാം, ചിലപ്പോ കോമൺ നൗൺ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ചോദിക്കാം. ഓക്കെ, ദെൻ പ്രോണൗണിലേക്ക് വരാണെങ്കിൽ ഇൻഡിഫിനൈറ്റ്, റെസിപ്രോക്കൽ, റിഫ്ലെക്സീവ്, ഇതിന്റെ കീവേഡ്സ് പഠിച്ചു വെക്കുക. അതെങ്ങനെയൊക്കെയാണ് വരുന്നത് പഠിച്ചു വെക്കുക. സെയിം ഇത് തന്നെയാണ് ചോദിക്കുക. ഒരു സെന്റൻസ് തന്നിട്ട്, നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നല്ല, ഒരു സെന്റൻസ് തന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഏതാണ് പാർട്ട് എന്ന് ചോദിക്കുക. ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക പ്രോണൗണിൽ നിന്ന്. ഓക്കെ, ദെൻ പ്രോണൗണിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയത് റിലേറ്റീവ് പ്രോണൗൺ ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ട് റിലേറ്റീവ് പ്രോണൗൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൂ, വിച്ച്, ഹൂ, വാട്ട്, സോറി വാട്ടില്ല, വേർ. വേർ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ, അല്ലെ? പ്ലേസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വേറെ വരും. എവിടെയെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ റിലേറ്റീവ് പ്രോണൗണിന് വരും. ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിക്കുകയാണെങ്കിൽ അഡ്ജക്റ്റീവ്. അഗെയിൻ അഡ്ജക്റ്റീവ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു പാർട്ട് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീസ് ബ്യൂട്ടിഫുൾ, ഷീസ് ബ്യൂട്ടിഫുൾ ഗേൾ. അതിൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട് എന്ന് ചോദിക്കാം. 3 ഓപ്ഷൻസ് താഴെ തരും, അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാവും. പിന്നെ ഫ്രേസിലേക്കാണ് വരുന്നെങ്കിൽ ഷീസ് ബ്യൂട്ടിഫുൾ, ഇന്റലിജന്റ്, ബ്രേവ് ഗേൾ എന്ന് പറഞ്ഞിട്ട് അത് അണ്ടർലൈൻ ചെയ്താൽ അത് ഫ്രേസ് ആണ്, അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അതുപോലെ തന്നെ ആഡ്വർബും ചോദിക്കും. അത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇംഗ്ലീഷിന് ഫുള്ള് കിട്ടുമല്ലോ അല്ലെ? ഇത്രയും സിമ്പിൾ ആക്കി തന്നിട്ട് മാർക്കില്ലെങ്കിലാണ്. പിന്നെ വെർബിലേക്ക് വരാണെങ്കിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? റെഗുലർ വെർബ് പഠിച്ചു, ഇറഗുലർ വെർബ് പഠിച്ചു, അല്ലെ? അതില് റെഗുലർ വെർബ് ഏതൊക്കെയാണെന്നും ഇറഗുലർ വെർബ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാം. സോ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റെഗുലർ വെർബ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? കഴിഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കാനൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്.
മിസ്സേ ഇംഗ്ലീഷിന് മൊത്തം എത്ര ചാപ്റ്റർ എക്സാമിന് ഉണ്ടാവുക? സുജി ഞാനിപ്പോ പറയാട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കെ ഓക്കെ സുജി എന്താ ചോദിച്ചത് പറയൂ. ടീച്ചർ എക്സാമിന് എത്ര ഉണ്ട് ചോദിച്ചതേ, പറയോ? ക്വസ്റ്റ്യൻ ആണോ ചാപ്റ്റർ ആണോ? കേട്ടില്ല. ചാപ്റ്റേഴ്സ് മൊത്തം എത്ര എണ്ണം ഉണ്ടായിരിക്കും എക്സാമിന്? മൊത്തം പറയുകയാണെങ്കിൽ എക്സാം ഇപ്പോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതില് യൂണിറ്റ് 2, 3, 6, 8 ഇതിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Noun and pronoun, a verb, then adjective, adverb. Okay? ഓക്കെ മിസ്. ഓക്കെ. ക്ലാസ്സിൽ എപ്പോഴാണ് ജോയിൻ ചെയ്തത്? 2, 3, 6, 8 വലിയ മിസ്സേ. ഏതായിരുന്നു? ചാപ്റ്റർ 2, 3, 6, 8 ഇത് 4 വലിയ. അതെ. മിസ് ഇത് മാത്രം നോക്കിയാ പോരെ എക്സാമിന്? പിന്നെ അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ക്ലാസ്സിൽ പറയുന്ന കൂടെ ശ്രദ്ധിച്ചിരിക്കാനില്ല. എന്തോ? താങ്ക് യു മിസ്സേ, ഞങ്ങൾക്ക് ഇത്രയും ക്ലൂകൾ തന്നതിന് താങ്ക് യു. നമ്മുടെ മിസ്സല്ലേ, അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുവോ? അതെ അതെ അതെ, പലതും പറയും നിങ്ങളിപ്പോ. ഇല്ല മിസ്സേ, കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം നമുക്ക് ഇത്രയും ഏതൊക്കെ പോർഷൻ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാം അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ വരും. അത് ഫസ്റ്റത്തെ പ്രോബ്ലം അതാട്ടോ, ഭയങ്കര ടെൻഷൻ വരും. അതിന്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് 6 മാസം അല്ലെങ്കിൽ 10 മാസം കൊണ്ട് പഠിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കാം. പക്ഷെ ഈ കോഴ്സിന്റെ എക്സാം വരുന്നത് ജസ്റ്റ് 1 hour ആണ്. ഈ 1 hourലെ റിസൾട്ട് ആണ് എക്സാമിന് വരുന്നത്. ഓക്കെ, ആ കിട്ടുന്ന മാർക്ക് ആയിക്കോട്ടെ, എന്ത് ഗ്രേഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ 1 hourല് നിങ്ങൾ എഴുതുന്നത് ഒരു റിസൾട്ട് ആണ്. അല്ലാതെ ഈ 10 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചൊരു കാര്യമല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പൊ മോണ്ടിസോറി ആണെങ്കിൽ നിങ്ങൾക്കൊരു 4 മാസത്തോളായിട്ടുണ്ട്. ഓക്കെ, ഈ 4 മാസം കൊണ്ട് പഠിച്ച കാര്യങ്ങള് എക്സാമിന് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ആലോചിക്കുക, നിങ്ങൾ അത്രയാണോ പഠിച്ചത്? ഒരിക്കലും അല്ല. ഇതെല്ലാം പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് ക്ലാസ് എടുക്കണം, അല്ലെ? സ്കില്ലാണ് ഇമ്പോർട്ടന്റ്. അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നത്. പിന്നെ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് വാലിഡേറ്റ് ചെയ്യുക. ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ഒരു എക്സാം ഉണ്ടാകും, അല്ലെ? നമ്മൾ പാസ്സാകി, അത് ഉറപ്പാണ് പാസ്സാകും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ടോപ്പർ ആകണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം എവിടെയും ഒരു ജോലിക്ക് പോവാല് നിങ്ങൾ ടോപ്പർ ആണോ, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടോ എന്നൊന്നും ആരും ചോദിക്കില്ല. സർട്ടിഫിക്കറ്റ് ജസ്റ്റ് നോക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ വേണ്ടത് എന്താണ്? സ്കില്ലാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്യാവശ്യം ഹൈലി സ്കിൽഡ് ആയിരിക്കണം. എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റും, അല്ലെ? എന്തോരം പേര്, എത്രയോ പേര് B.Ed കഴിഞ്ഞിറങ്ങുന്നുണ്ട്. എല്ലാവരും ടീച്ചറായിട്ട് ജോലി കയറുന്നവരാണോ? ഇല്ല, എക്സാമ്പിൾ ഞാൻ. ആ ഒരു സ്കില്ല് നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെ? പെട്ടെന്ന് നമുക്ക് പോയി ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളത് ഓരോ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ്, അല്ലെ, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കുക. അങ്ങനെ നമ്മൾ
ഒരു സ്കൂളിൽ പോയി ക്ലാസ്സിൽ പോയി നമ്മുടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഇനിയിപ്പോ B.Ed പഠിക്കാത്തവർക്ക് പോലും ചിലപ്പോ ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരും. അതും ഒരു സ്കില്ലാണെന്ന് ഞാൻ പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സാം എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമൊന്നും അല്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു കോഴ്സ് എടുക്കുന്നു, ഒരു എക്സാം, ചെറിയൊരു കാര്യമാണ് എക്സാം. പക്ഷെ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾ ക്ലാസ്സിലൂടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, സബ്ജക്ട് വൈസ് ആയിക്കോട്ടെ, അല്ലാതെ നോളജ് ആയിക്കോട്ടെ, ജനറൽ നോളജ് ആയിക്കോട്ടെ, എന്താണെങ്കിലും എല്ലാം പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയം എപ്പോഴായിരിക്കും? നിങ്ങളൊരു ജോലിക്ക് കയറുമ്പോൾ, ടീച്ചറായി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുക. അല്ലാതെ എക്സാമിന്റെ മാർക്കൊന്നും അവിടെ ആർക്കും ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കൂ. ഏറ്റവും എക്സാമ്പിൾ ആട്ടോ, ഞാൻ എത്ര ചാപ്റ്റർ പറഞ്ഞു? 4 ചാപ്റ്ററോളം ഞാൻ പറഞ്ഞു. ഈ 4 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ഈ 4 ചാപ്റ്റർ ഇരുന്ന് കഷ്ടപ്പെട്ട് അരിച്ചു കുറയ്ക്ക് നിങ്ങൾ പഠിക്കും. പക്ഷെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരും. മനസ്സിലായോ? അത്രയും ചെറുതായിരിക്കും. നിങ്ങൾ പഠിക്കുന്നത് ഭയങ്കര ടെൻഷൻ അടിച്ചായിരിക്കും. പക്ഷെ അത്രയും ഇതാക്കി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം, അത് മതി. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് 20 മാർക്ക് വാങ്ങാൻ പറ്റും. കോമൺ സെൻസ് മാത്രം മതി. ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾ വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ഇന്ന് അടച്ചു വെച്ചിട്ട് നാളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് മതി. പഠിക്കണ്ട, ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് ഞാൻ പറയും. പഠിക്കണ്ട, വിട്ടേക്കു. ബുക്ക് ചെയ്ത് തുറക്കാം, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് തുറക്കണ്ട. നാളെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എന്നോടൊന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആൻസർ പറയും. എല്ലാവരും ടെക്സ്റ്റോ ബുക്കോ എന്താണെന്ന് വെച്ചാൽ അടച്ചു വെച്ചോ, ചുമ്മാ ആയിരിക്കും. ഇപ്പോ കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞാല്, ഞാൻ നേരെ ചോദിച്ചാണ് അബ്സ്ട്രാക്ട് ആണ് അല്ലെ. കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞപ്പോ, ഈ 4 ഓപ്ഷൻസ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടാണോ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? അല്ല, നിങ്ങൾക്ക് മനസ്സിലായി അത് എന്താണ്, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ പ്രോപ്പർ നൗൺ. ഞാനിപ്പോ 4 ചുമ്മാ കുറച്ച് പേരുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ നൗൺ ഏതാണെന്ന് കണ്ടുപിടിക്കും. ഈസിയാണ്. ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ടെക്സ്റ്റിലുള്ള കാര്യമായിരിക്കില്ല ചോദിക്കുന്നേ, നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമേ ചോദിക്കൂ. ഓക്കെ, ഇനി പ്രോണൗണിലേക്ക് വരാണെങ്കിൽ റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിച്ചോണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് റിലേറ്റീവ് പ്രോണൗൺ കണ്ടുപിടിക്കേണ്ടത്. ആര് എന്നൊരു ചോദ്യം വരാണെങ്കിൽ അത് ഹൂ ആണ്. ഓക്കെ, this is my friend dash father is a doctor. എന്തായിരിക്കും വരാം? This is my friend dash father is a doctor. Whose father? Yeah, whose father? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അല്ലേ? അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇനി പഠിക്കേണ്ടത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പോ നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ടല്ലോ അല്ലെ. അതില് എല്ലാ പ്രോണൗണും ഞാൻ ഇപ്പൊ പഠിക്കാൻ പറയുന്നില്ല. എക്സാമിന് വേണ്ടി പറയുകയാണെങ്കിൽ റെസിപ്രോക്കൽ, ഇൻഡിഫിനൈറ്റ്, റിഫ്ലെക്സീവ്, ഇതിന്റെ കീവേഡ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കും. ഓക്കെ, അത് മാത്രം ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയൊന്നും പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്, ഒരു സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് കണ്ടാൽ അഡ്ജക്റ്റീവ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പിന്നെ ആഡ്വേർബ് ഏതാണെന്ന് ചോദിച്ചാൽ അതും മനസ്സിലാക്കാൻ പറ്റും. ഫ്രേസ് ആണെങ്കിലും അതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അഡ്മിഷൻ വേണ്ട, പഠിക്കണ്ടെന്നേ. ഇങ്ങനെയൊക്കെ വരുള്ളൂ, ഇത്രയും വരുള്ളൂ, വേറൊന്നും വരില്ല. മനസ്സിലാവുന്നുണ്ടോ? മിസ് ഞാൻ കാര്യം ചോദിക്കട്ടെ. നമുക്ക് നാളെ 2 മണി മുതൽ 3 മണി വരെ അല്ലേ എക്സാം? അപ്പൊ നമുക്ക് അത് ഫുൾ ടൈം നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ആരാ നമുക്ക് എക്സാമിനുള്ളത് അവർക്ക് പറഞ്ഞിട്ട് നമുക്ക് ലീവ് ചെയ്തൂടെ? അതായത് കഴിയണ വരെ 1 മണിക്കൂർ ഫുൾ ടൈം ഒന്നും ഇല്ലല്ലോ? നമുക്ക് ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യണം, റേഞ്ച് ഉള്ളവർക്ക് പോയിരിക്കാം. റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ആൻസർ അവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അത് കൺഫേം ചെയ്യാം. അതുകൊണ്ട് റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ആൻസർ ക്ലിക്ക് ചെയ്തെങ്കിൽ ചിലപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ അത് ആൻസർ അവിടെ വന്നിട്ടുണ്ടാകില്ല. മനസ്സിലായോ? സബ്മിറ്റ് ആയിട്ടുണ്ടാവില്ല. റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്.
ഒരു വട്ടം നമ്മളെ ക്ലിക്ക് ചെയ്തിട്ട് തെറ്റാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നത്തെ കാര്യം എന്താണ്? എക്സാം പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വിചാരിക്കും, അപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്ത് പോകരുത്. ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം, റിലാക്സ് ചെയ്തൊന്ന് വായിച്ചു നോക്കാം, കറക്റ്റ് ആൻസേഴ്സ് ആണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഇൻവിജിലേറ്ററിനോട് ചോദിക്കാം. ക്യാമറ ഓൺ ആയിരിക്കണം, മ്യൂട്ട് ചെയ്തിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ പെട്ടെന്ന് ചിലപ്പോൾ എക്സാം കഴിഞ്ഞവരും ഓടിപ്പടഞ്ഞ് സബ്മിറ്റ് ചെയ്ത് പോവണ്ട, വായിച്ചു നോക്കാം, നമ്മൾ തന്നെ കൺഫേം ചെയ്യുക. അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ലീവ് ചെയ്യാൻ പറയാം, നിങ്ങൾ പറഞ്ഞാൽ മതി ലീവ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ സബ്മിഷൻ വന്നോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. സോ സബ്മിഷൻ ആയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ട് അവർ പറയും ലീവ് ചെയ്തോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ മാത്രം ലീവ് ചെയ്ത് പോകുക. അല്ലാതെ ഞാൻ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ പോകരുത്. ചിലപ്പോൾ സബ്മിഷൻ വന്നിട്ടുണ്ടാവില്ല. ഓൺലൈൻ ആണ്, അതെപ്പോഴും ആലോചിക്കുക, ഓൺലൈൻ ആണ്. എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ലീവ് ചെയ്ത് പോവാം. ക്ലിയർ? അതുപോലെ ഇൻ കേസ് ക്യാമറ ഓഫ് ആക്കേണ്ട സാഹചര്യം വന്നാലോ? ഇപ്പൊ എനിക്ക് ഫീഡ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ എന്താ ചെയ്യാ? പറഞ്ഞാ മതി, അതൊന്നും സീനൊന്നുമില്ല, പറയാം, കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ. മിസ് നമ്മുടെ എക്സാമിന്റെ ലിങ്ക് എവിടെയാ വരുന്നത്? നമ്മുടെ ഗ്രൂപ്പിലായിരിക്കോ വരുന്നത്? MT15 ബാച്ചിന് ഗ്രൂപ്പിലായിരിക്കാം മേ ബി. അതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ദെൻ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഒരു കാര്യം പറയാം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം, എന്നിട്ട് ഓപ്ഷനും കൂടെ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ ഉണ്ടോ എന്ന് നോക്കാം, അങ്ങനെ ചെയ്യും. ആൻസർ കണ്ടുപിടിക്കാമല്ലോ, എളുപ്പമല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ കാണാൻ നിൽക്കാൻ മനസ്സിലാവോ ഇതിന്റെ ആൻസർ ആണ്, ആ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം, ക്ലിക്ക് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും, ഓപ്ഷൻസ് ഉണ്ടാക്കും. ഓപ്ഷൻ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസറിനെ കാണാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അതിൽ ആൻസർ ഉണ്ട്, ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഒരാളെ പഠിക്കാതെ എക്സാം എഴുതിയാലും നിങ്ങൾ പാസ്സാവും, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. തന്നെ ആൻസർ ഉണ്ടാവും, അതല്ലേ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുക, വായിച്ചൊക്കെ നോക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും 10 ദിവസമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, പാസ്സാവും. ഇംഗ്ലീഷ് ഓക്കെയാണ്, സെറ്റാണ്, പേടിക്കണ്ട. പിന്നെന്താ, ആദ്യം ടെൻഷൻ അടിക്കരുത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയാ കിട്ടി, പോയാ പോയി, ഇനിയിപ്പോ എന്താ, അതൊന്നും വിഷയമല്ല, സീനൊന്നുമല്ല. ടെൻഷൻ അടിച്ചാല് ചിലപ്പോ പഠിച്ചത് കൂടെ ചിലപ്പോ മറന്നുപോകും, അറിയാവുന്ന കൂടെ മറന്നുപോകും, ഭയങ്കര നമ്മള് ഫുള്ള് ബ്ലാങ്ക് ഔട്ട് ആയിരിക്കും. അതുകൊണ്ട് അത് വേണ്ട. നമ്മൾ നോർമലി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന പോലെ നിങ്ങൾ എക്സാം ഹാളിൽ ജോയിൻ ചെയ്യുക, അറ്റൻഡ് ചെയ്യാം, പോരാ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് ഞാൻ കണ്ടൊരു കാര്യമാണ്, ചിലപ്പോ ചിലർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും, ചിലപ്പോ ഒന്നുകൂടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായി ചിലപ്പോ വന്നേക്കാം. അങ്ങനെയൊക്കെ ആയെങ്കിൽ തന്നെ പാനിക് ആകരുത്. ഇതെല്ലാം ഓൺലൈൻ ആണ്, അതുകൊണ്ടാണ് ഓൺലൈൻ ആണ്, നമ്മുടെ കയ്യിലല്ല. സോ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങൾ ഒരിക്കലും പാനിക് ആവണ്ട. അത് അവരോട് തന്നെ പിആറോടോ ആരോടൊക്കെ വിളിച്ചത് കൺഫേം കാര്യങ്ങൾ ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം. നമുക്ക് വിളിക്കണമെങ്കിൽ നമ്പർ എങ്ങനെ കിട്ടും? പിആറോടെ നിങ്ങളുടെ ഇല്ലേ? ഉണ്ടല്ലോ. കയ്യിലല്ലേ ആളല്ലേ? കേട്ടില്ല. ഫീസ് അടയ്ക്കുന്ന ആളല്ലേ നമ്മുടെ എന്ത് കാര്യം? അതെ, അവരെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സാം ഹോളിൽ വെച്ച് തന്നെ പറയാം. ഓക്കെ, അവരെന്നെ സൊല്യൂഷൻ പറയും. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. എക്സാമിനെ കുറിച്ച് ടെൻഷനേ എടുക്കരുത്, അതും ടേം എക്സാം ആണ്. ഓക്കെ, പകുതി എങ്ങാനും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോയാലേ വീണ്ടും അല്ലെങ്കിൽ കയറാൻ പറ്റില്ല നമുക്ക്? അങ്ങനെ ചോദിച്ചാലോ, അയ്യോ ചിലപ്പോ കയറാൻ പറ്റായികൊന്നുമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്.
ഞങ്ങക്ക് നാളെ ചേച്ചിയുടെ വീടിന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പൊ അവിടെ വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാന്നാ ഞാൻ വിചാരിക്കുന്നത്. ഈ ആളും ബഹളത്തിന്റെ ഇടയില് അഥവാ നമുക്കിനി എന്തേലൊക്കെ ആവേ എന്തേലും ചെയ്ത് വീണ്ടും ലിങ്കിൽ കയറാൻ പറ്റുമോന്ന് ചോദിക്കൊരു കൺഫ്യൂഷൻ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു കുറച്ചു നേരമെങ്കിലും മാറി നിൽക്കുക. പെട്ടെന്ന് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്ത് പോവാൻ നോക്കാം. ഇടയ്ക്ക് വെച്ച് ലീവ് ചെയ്യണ്ട എന്ന് ഞാൻ പറയും. വെറുതെ റിസ്ക് എടുക്കണ്ട. എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സാം എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്ത് പോവാം. അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. എവിടെ പ്രോഗ്രാം ആണെങ്കിലും കുറച്ചു നേരം നമ്മൾ മാറി നിന്നിട്ട് നിന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്സേ. ഓക്കെ, പിന്നെന്താണ്? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ആലോചിക്കുകയാണ്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മിസ്സേ, മിസ്സിനെ കാണുമ്പോൾ ചോദിച്ചില്ലെങ്കിലേ. ഒന്നുമില്ല, ലുതിക്ക് ഒരു ഡൗട്ടേ ഇല്ല. ലുതിക്ക് എല്ലാം കിട്ടി എന്നാണ് പറയുന്നത്. അറിയാതെയാണെങ്കിൽ അങ്ങനല്ല, എന്നാലും അല്ല അങ്ങനെ നമ്മള് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ മിസ് ഇപ്പൊ ഒക്കെ പറഞ്ഞു തന്നതുകൊണ്ട് ഞങ്ങക്ക് അത്ര ടെൻഷൻ ഇല്ല ഇംഗ്ലീഷിന് ഇപ്പൊ. അതെ, മിസ് തന്ന പോർഷൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നോക്കിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞതിനെ നോക്കിയാലും മതി. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ അറ്റൻഡ് ചെയ്യും. എന്റെ ക്ലാസ്സും നിങ്ങൾ നാളെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത്. ഇനിയും പറഞ്ഞു തരും. ഇതേപോലെ ഞാൻ ഇനിയും പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു മിസ് ഇനി പറഞ്ഞു വന്ന ക്വസ്റ്റ്യൻ അറിയാതെ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാ പോരെ? നമുക്ക് ഓൾറെഡി തന്നിട്ടില്ലേ, ഓരോ ചാപ്റ്റർ വൈസ് തന്നിട്ടില്ലേ, അത് നമുക്ക് നോക്കിയാ പോരെ? മോക്ക് ടെസ്റ്റോ? ഞാനൊന്നും പറയുന്നില്ല, വെറുതെ നിങ്ങൾ ഓരോന്ന് എന്ത് കാര്യമുണ്ട്. ഞാൻ പറയാ, ഒന്നും പറയുന്നില്ല. ആർക്കൊക്കെ എന്തൊക്കെയോ അറിയാം. നിങ്ങൾ ഇവരോടൊക്കെ ശരിയായി പറഞ്ഞുതരും. മോക്ക് ടെസ്റ്റ് വേണേ നോക്കിയത് കുഴപ്പമൊന്നുമില്ല, നോക്കിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കാം. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കിയത്. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ടെൻഷൻ അടിച്ചാൽ മതി, വെറുതെ ടെൻഷൻ അടിക്കണ്ട. നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞു. മിസ്സേ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് മിസ്സേ. കാരണം പോർഷൻ പഠിച്ചു തീർന്നിട്ടില്ല മൊത്തം. അയ്യോ മിസ്സേ, അവർക്ക് മാത്രല്ല ബാക്കിയുള്ളവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. ബാക്കി സബ്ജക്റ്റ് കാര്യം എനിക്കറിയില്ല കേട്ടോ. ഒന്നും അറിയില്ല. ഞാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കൂ നിങ്ങള്. എനിക്ക് പറയാൻ ഒരു കാര്യം, സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ പറയുന്നില്ല, സബ്ജക്റ്റ് കാര്യം പറയും. എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ടഫായിട്ട് തോന്നാം, മേ ബി, അറിയില്ല എനിക്ക്. കാരണം ഫുൾ ഇംഗ്ലീഷ് ആണ്, ചിലപ്പോൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം, അറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒരു സെന്റൻസ് വായിക്കുമ്പോ ഒരിക്കലും ഓരോ സെന്റൻസ് വായിച്ച് അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. മണ്ടത്തരമാണ്. ഓക്കെ, അത്യാവശ്യം ഒരു 5-6 സെന്റൻസ് ആകുമ്പോഴേക്കും ഒരു കറക്റ്റ് മീനിങ് കിട്ടുക. നന്നായിട്ട് വായിച്ചു നോക്കോട്ടെ. ഞാനിപ്പോ ഈ പറഞ്ഞ ടെക്നിക്ക് വെച്ച് നിങ്ങൾ സബ്ജക്ട് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ്, അപ്പൊ മാത്രമേ മീനിങ് വരുള്ളൂ. അത് ഒരു സെന്റൻസിലോ നിങ്ങൾ കുറെ വേർഡ്സിന്റെ മീനിങ് പഠിച്ചിട്ടോ, ഇപ്പോ നിങ്ങൾ ഒരു സെന്റൻസ് കണ്ടു, ആ സെന്റൻസിൽ എന്തെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് അറിയില്ല, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ചിലപ്പോൾ മീനിങ്സ് വരും, മലയാളം മീനിങ്സ് വരും. അപ്പൊ അതിലുണ്ടാവുന്ന കൺഫ്യൂഷൻ എന്താണെന്നറിയോ? ആ സെന്റൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോ അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാം മീനിങ്. അതായത് ഓരോ വേർഡിന്റെയും മീനിങ് സെന്റൻസിൽ വരുമ്പോ മാറിക്കൊണ്ടിരിക്കുക. സൈക്കോളജിയില് നമ്മള് ChatGPT ഇപ്പൊ നോക്കുവാണെങ്കിൽ മൊത്തം വ്യത്യാസമാണ്. നമ്മൾ പഠിക്കുന്നതായിട്ടും ഒത്തിരി ബന്ധവേ ഇല്ല ചില ആൻസർ ഒക്കെ കാണുമ്പോഴേ. നിങ്ങൾ ചാപ്റ്റർ നോക്കിയിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല, നോക്കാണെങ്കിൽ എനിക്കറിയില്ല. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അങ്ങനെ പഠിക്കും. കാരണം ഓരോ വേർഡ്സ് അങ്ങനെയാണ്. ഇംഗ്ലീഷ് അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ ഇപ്പൊ നിങ്ങൾ വെർബിൽ തന്നെ നമ്മൾ കുറച്ച് വെർബ് നോട്ട് ചെയ്തതാണ്. ആ വെർബ് അത് തന്നെ മീനിങ് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സെന്റൻസിൽ വരുമ്പോൾ മീനിങ് വ്യത്യാസം വരും. ഒരുപാട് സിനോണിംസ് ഉണ്ടാകും, ശ്രദ്ധിച്ചു നോക്കിയോളൂ, ഒരുപാട് സിനോണിംസ് വരും. അതൊരു കാര്യം. പിന്നെ ഓരോ സെന്റൻസ്
എവിടെയാണോ ഫുൾ സ്റ്റോപ്പോ എവിടെ കോമ വരുന്നത് അതൊക്കെ നിർത്തി ഒന്ന് വായിച്ചു നോക്കാം. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചു നേരം നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഒന്ന് അത് ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു പാരഗ്രാഫിനെ നിങ്ങൾ പക്കാ ആയിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ മണ്ടത്തരാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കറിയാം മലയാളവും അറിഞ്ഞൂടാ. മനസ്സിലായോ? ഒരുപാട് മലയാളം വേർഡ്സ് വന്ന് നമ്മൾ കൺഫ്യൂഷൻ ആകുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ സൈക്കോളജി ആണെങ്കിൽ മനുഷ്യന്മാർക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യമുള്ള ഈ സൈക്കോളജി അല്ലെ, അത് നമ്മളെ തന്നെ സ്വയം റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതാകുമ്പോ കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കാര്യമല്ല ഇപ്പൊ പറയുന്നത്. എക്സാമിന് വേണ്ടി ഇപ്പൊ സബ്ജക്ട് വൈസ് പഠിക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. അതായത് ടെക്സ്റ്റിലെ ഓരോ വേർഡ്സും ഓരോ സെന്റൻസും നമുക്ക് അറിയാൻ പറ്റണം. ആ ടെക്സ്റ്റ് ചെയ്ത് മാത്രമേ ക്വസ്റ്റ്യൻ വരും. ടെക്സ്റ്റ് ബേസ് ചെയ്ത് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് ടെക്സ്റ്റുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വേണം. അതായത് ക്വസ്റ്റ്യൻ കണ്ടാല് ആ ഒരു സെന്റൻസ് ഇന്നതീന്ന് വന്ന പോർഷനാണ് എന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ ഒന്ന് പഠിക്കണം. ഓക്കെ, അത് ചെയ്യേണ്ട മനസ്സിലാക്കി പഠിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞൊക്കെ പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ബാക്കി ടീച്ചേഴ്സ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്നോ അവരുടെ പോർഷൻസ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് പഠിച്ചത് കേട്ടോ. ഞാൻ സബ്ജക്ട് HL സബ്ജക്ട് എടുക്കുന്നുണ്ട്. സോ ആ രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. യൂട്യൂബില് ക്ലാസ്സസ് ഒക്കെ കാണാറുണ്ട്. ആണോ? ഏത് ക്ലാസ്സാ കാണണ്ടേ? അല്ല, നമ്മുടെ ഇംഗ്ലീഷിന്റെ തന്നെ മറ്റേ HAയുടെ ക്ലാസ് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. മിസ്സിന്റെ ക്ലാസ് ടെൻസസ് ആണെന്ന് തോന്നുന്നു അന്ന് എടുത്തത്. HL നമുക്ക് ഇങ്ങനെ ഇത്രയും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അവർക്ക് അത്രയൊന്നും ആവശ്യമില്ല. HL ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. ഞാൻ അല്ലാതെ സബ്ജക്ട് എടുക്കുന്നുണ്ട്. HL തന്നെ സബ്ജക്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയും പറഞ്ഞു കൊടുക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അതേപോലെ ആ ഒരു മെത്തേഡൊക്കെ ഒന്ന് ഫോളോ ചെയ്യും. കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയായിരുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്റെ ഒപ്പീനിയൻ ആണ്. പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, പിന്നെന്താണ്? എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? മിസ് 10 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ? തുടങ്ങി. അതെ. മാർക്സ് 10 തന്നെയാണോ? ഇല്ല, ഞാൻ കുറച്ച് വൈകിയാ കയറിയത്. അതുകൊണ്ട് മിസ് ആദ്യം പറഞ്ഞത് കേട്ടില്ല. മിസ്സായിപ്പോട്ടാ. കൊറേയൊക്കെ മിസ് ചെയ്തു. ഇനി പറഞ്ഞാൽ ശരിയാവില്ല. ഇനി പറഞ്ഞാല് ബാക്കിയല്ലേ കേട്ടവര് തന്നെ കേട്ടാല് അത് ഞാൻ പിടിക്കപ്പെടും. അതുകൊണ്ട് ഇനി പറയും. 10 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 20 മാർക്കിലാണ് ഇംഗ്ലീഷ് എക്സാം വരുന്നത്. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ചാണ് 100 മാർക്കിലാണ് വരാ. അതില് 10 ക്വസ്റ്റ്യൻ മാത്രമേ ഇംഗ്ലീഷിനുള്ളൂ. ഓക്കെ, മിസ്സിനോട് ചോദിച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞു തരും മിസ്. മിക്കവാറും ഉണ്ടാവും. അതൊക്കെ മുൻപ് ക്ലാസ്സിൽ ഇറങ്ങി പോണം. അത് ശരിയാവില്ല. ഈ ഇരിപ്പത്ര പന്തിയല്ല. പല പ്രാവശ്യം എനിക്കത് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യനുകളും മറ്റേ അതിൽ മിക്സ് ആയിട്ടുണ്ടാവുമല്ലോ, സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും? ഇംഗ്ലീഷ് സെപ്പറേറ്റോ? അങ്ങനെയല്ല മാം, ഇപ്പൊ ക്വസ്റ്റ്യൻസ് അതായത് മനസ്സിലായി എനിക്ക് ചോദിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്രയാണ്, 50 ക്വസ്റ്റ്യൻസ് ആണ്. ഐ തിങ്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻസിൽ 40 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും. 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന്റെ ഒരുമിച്ച് തന്നെയായിരിക്കും. അല്ലാതെ ഇടയിലൊന്നും ആയിരിക്കില്ല. മനസ്സിലായോ? അങ്ങനെയാണ് വരാം. അപ്പൊ ആ ഒരു ടെൻഷനൊക്കെ വേണ്ട. 10 ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ഇംഗ്ലീഷിന്റെ ആയിരിക്കും. ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴാണ് അടുത്ത ഏതെങ്കിലും സബ്ജക്ട് വരാം. അങ്ങനെയാണ്. അത് ഓരോ സബ്ജക്ട് അവരേക്കും എനിക്കറിയില്ല. സബ്ജക്ട് എനിക്കറിയില്ല. 10 ക്വസ്റ്റ്യൻ എന്റെ ആണ്. ബാക്കി അറിയാം, നിങ്ങൾക്ക് അറിയാം. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. അതായത് ഓരോ സബ്ജക്റ്റിന്റെയും ഇത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിരിക്കില്ല. ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒരു ടെൻഷനും ഒക്കെയാണ്. ഒരെണ്ണം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത എങ്ങനെയായിരിക്കും ഊഹിക്കാലോ. ഇത് ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനാ. ഓൺലൈൻ ആയതുകൊണ്ടേ
എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യണമെന്നേ, എന്താ നമ്മൾ അറ്റൻഡ് ചെയ്യണം. വെറുതെ ഇവിടെ നിന്ന് ഇപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം. ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ എനിക്കൊരു എക്സാം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ടെൻഷൻ എടുക്കില്ല. എക്സാം ഹോളിൽ ചെന്നിട്ടിറങ്ങി ഞാൻ ടെൻഷൻ അടിക്കാം. അല്ലാതെ ഞാൻ ടെൻഷൻ എടുക്കില്ല. എന്നോട് വെച്ച് കാണുന്നെങ്കിൽ വിചാരിച്ചു പോകും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ വരും. പിന്നെ എന്തായാലും വന്നിരുന്നു, ഇങ്ങനത്തെ എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റും. അത്രയേ ഉള്ളൂ. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വരെ തോന്നിയത് അതിന്റെ ഡെലിവറി ടൈമിലാണ്. പോയപ്പോഴൊന്നും എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പോ ടെൻഷനായി. നമുക്ക് പെയിൻ വരുമല്ലോ. പെയിൻ വരുമ്പോ അത് വല്ലാത്തൊരവസ്ഥ. നമുക്ക് എന്താണ് ചെകുത്താനും കടലിൽ നടക്കെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതെനിക്ക് അപ്പൊ തോന്നി. കാരണം നമുക്ക് വേണ്ടാന്ന് വെച്ച് പോരാനും പറ്റില്ല. എന്നിട്ട് ഒരു അന്നോട്ട് അത് കഴിയുന്നില്ല. ആ വല്ലാത്തൊരു അവസ്ഥ ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കായിരുന്നു. സോ അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിനേക്കാളും വലിയ ഇഷ്യൂസ് ഒന്നും നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നേ ഇല്ല. പിന്നത്തെ എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് ഒന്നിനെയും കൊണ്ട് വേണ്ടെന്ന് വെച്ച് പോരാ, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഈ ഡെലിവറി എന്ന് പറയുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല, കണ്ടിന്യൂ ചെയ്യാനും പറ്റാത്തൊരവസ്ഥ അല്ലെ, രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അത് ഫേസ് ചെയ്തവരാണ് നമ്മൾ എല്ലാവരും. പിന്നെ ഇനി എന്ത് എക്സാം, അത്രയോ സിമ്പിൾ. എക്സാം ഒന്നിനും നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഓപ്ഷൻസ് ഉണ്ട്. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് ചോദിച്ചെങ്കിലും എഴുതായിരുന്നു. കോപ്പി അടിക്കാം, തോതിയല്ല അങ്ങനെ പറയൂ, കോപ്പി അടിക്കായിരുന്നു. അതാണ് സത്യം. നിങ്ങൾ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ നാളെ ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് വന്ന് പറയും. എന്നിട്ട് വന്ന് പറയും. എന്നിട്ട് എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. പറഞ്ഞ ശരി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. വെറുതെ വാരി വലിച്ചിരുന്ന് പഠിക്കണ്ട. ഓക്കെ, കാരണം എനിക്ക് ഇംഗ്ലീഷിനെക്കാളും കൂടുതൽ വേറെ സബ്ജക്ട് പഠിക്കാനുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനെങ്കിലും കുറച്ച് സിമ്പിളാക്കി തരണ്ടേ എന്ന് വിചാരിച്ചു. ആവുന്നില്ലല്ലേ? എല്ലാ മിസ്സുമാരും ഇങ്ങനൊന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു മിസ്. എന്തോ മിസ് തന്നെയാണോ ക്വസ്റ്റ്യൻ ഇടുന്നത്? അതൊക്കെ എന്താ ചോദിക്കുന്നേ? അതിനൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എക്സാം എഴുതിയാ പോരെ, മാർക്ക് കിട്ടിയാ പോരെ. വേറെ എന്തൊക്കെയോ ചോദിക്കുന്നു. ഇനി എന്താണ് ഒരു ചോദ്യം ഞാൻ കേക്കട്ടെ. ഞാൻ തന്നെയാണ് ഇനി എക്സാം പേപ്പർ നോക്കുന്ന ഞാനാണെന്ന് അതും വേണമെങ്കിൽ പറഞ്ഞു. എല്ലാം പറയണം. ഇൻവിജിലേറ്ററായിട്ട് ഞാനും കൂടെ വരട്ടെ എന്നാലേ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം എവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ട് അതിലങ്ങനെ തോറ്റ എന്തെങ്കിലും പറയോ മിസ്സേ? ഞാനൊന്നും പറയില്ല. എന്ത് പറയാ, നിങ്ങൾക്ക് അത്രയും ബുദ്ധിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചിന്തിക്കില്ല. കാരണം ഒന്നും കാരണം പറയാൻ പറ്റില്ല എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലാവും, നാളെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് മനസ്സിലായി. അറിയില്ല. എന്റെ പക്ഷെ ഭയങ്കര സിമ്പിളാ. ശരി വരാൻ നിങ്ങൾക്ക് ഇത് കാണാൻ പക്ഷെ ഞങ്ങൾക്കത് അത് ഹാർഡായിട്ട് തോന്നും. അതെന്താണെന്നറിയോ, ഞാൻ ഏതാണ് ഇതൊക്കെ ബാച്ച്, എനിക്കൊന്ന് ഫസ്റ്റ് ബാച്ച് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര സിമ്പിള്. എനിക്ക് നോക്കുമ്പോ ഇത്ര നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ പിള്ളേരുണ്ടല്ലോ, പിള്ളേര് പറയും മിസ്സിന്റെ ടഫ് ആയിരുന്നു എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു മിസ്സിന് സിമ്പിൾ ആണ്, പക്ഷെ ഞങ്ങൾക്ക് ടഫ് ആണെന്ന് പറഞ്ഞു. അതിലെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഷോ ഇനി എന്ത് ചെയ്യുന്നായിരുന്നു. കാരണം എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങളെ അവസ്ഥ എനിക്ക് അറിയില്ല, പക്ഷെ അത് സിമ്പിൾ ആണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഇപ്പൊ ടെൻഷൻ ആയിട്ടോ. ഇത്ര നേരം അതെ, ഇത് പറഞ്ഞപ്പോ എല്ലാരും സ്റ്റെക്കായി മിസ്സേ. കൊള്ളാം, നന്നായി. ഇത്രയധികം സന്തോഷിക്കണ്ട, കുറച്ച് സന്തോഷം കൂടിപ്പോയി. എന്തൊക്കെയായിരുന്നു മിസ് പറഞ്ഞ പോലെ. അറ്റൻഡ് ചെയ്യൂ. എന്തോ ഈ ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ സിമ്പിളാണ്. അതെ സിമ്പിൾ. ഞാൻ പറഞ്ഞത് മാത്രം പഠിക്കുക. ഓക്കെ, ഇനി പറഞ്ഞത് എന്താണെന്ന് എന്നോട് ചോദിക്കണ്ട, പറഞ്ഞത് മാത്രം പഠിക്കുക. ഒറ്റയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് പോവാം. മിസ്, ഞങ്ങൾക്ക് മിസ്സിനെ ഫുള്ളായിട്ട് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾക്കറിയാം മിസ് അങ്ങനത്തെ ആ പറഞ്ഞിരുന്നു തന്നെ വരുള്ളൂ. കുറച്ചും കൂടെ വേണമായിരിക്കും. ഇനി ഞാൻ പറയില്ല, നിങ്ങൾ എന്ത് വേണേലും എന്നാ പറഞ്ഞു. 'പക്ഷെ ഇതിൽ കൂടെ ഞാനൊന്നും പറഞ്ഞിരുന്നു. കൺട്രോൾ മേസേജ് അതാണ്.
സമയോടെ പോണില്ല. എന്നിട്ട് വേണം നമ്മൾ രക്ഷപ്പെടാൻ. പിന്നെ എന്തെങ്കിലും വിശേഷം പറയും. ഓടായിരുന്നല്ലേ പാസ് ആകാൻ എത്ര മാർക്ക് വേണം? ഏതോ ജയിക്കാൻ എത്ര മാർക്ക് വേണം? അതൊന്നും എനിക്കറിയില്ല. 100-ൽ എത്ര മാർക്ക് വേണം ജയിക്കാൻ? എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്താ മനുഷ്യന്മാരാ നോക്കി ജയിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. കുറച്ചുകൂടി കൂടുതൽ മാർക്ക് വാങ്ങൂ. ശേ, എന്നാലും ഒരു ടെൻഷൻ മാർക്ക് കുറഞ്ഞു പോയാൽ എത്ര മാർക്ക് വേണം മിനിമം എന്നൊക്കെ. അറിയില്ല കേട്ടോ. അതൊന്നും 36 എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അത്രയും വാങ്ങിച്ചോ. പകുതി വാങ്ങും, ഒരു 50 വാങ്ങും. അതേ നാണക്കേടായി. അല്ല മിസ്, നമ്മള് 10th പഠിക്കുമ്പോഴേ 100-ൽ 35 മാർക്ക് മതിയായിരുന്നു ജയിക്കാനായിട്ട്. ഇതെനിക്ക് അറിയില്ല, സോറി. ഇംഗ്ലീഷിനൊക്കെ 40 വേണമായിരുന്നു. ഇതെന്തായാലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു 20 കിട്ടും എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ 20 കിട്ടും. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ മിസ്സേ, ആ ബുദ്ധി, അയ്യോ ആ ബുദ്ധിയല്ല കേട്ടോ. ഇപ്പൊ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കുറച്ചെങ്കിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 20 കിട്ടും. ഓക്കെ, വേറെ ഒന്നിനും പറയുന്നില്ല. ആ ബുദ്ധിയാ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ. മിസ്സേ, ബാക്കി മിസ്സുമാരെയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. അതെ, എല്ലാരും വിളിച്ചിട്ടല്ലേ ഞാൻ എന്നാലും അറിയാം. അതിനെ മിസ് ഒന്നും പറഞ്ഞില്ലേ? ചോദിക്കാം, കഷ്ടമുണ്ട്. അയ്യോ വേണ്ട വേണ്ട, ചോദിക്കല്ലേ. വേണമെങ്കിൽ പോയി ഞാൻ ചോദിക്കും. ഇപ്പത്തിനാണെങ്കിൽ പോയി ചോദിക്കാം എന്താണ് പറഞ്ഞു കൊടുക്കാൻ. അയ്യോ വേണ്ട 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 വേണ്ട. എന്നോട് ചോദിക്കാം. പറഞ്ഞു കൊടുക്കണം കേട്ടോ ആദർശിനോട്. പറഞ്ഞു കൊടുക്കണേ. ഒരാള് പറയും. ലുതികയാണ് അത് പറഞ്ഞെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ആദിരംസിനോട്. ഇങ്ങനെ പാരപണിയല്ലേട്ടാ. എനിക്കൊരു കാര്യം അറിയണം. അപ്പൊ എന്നോട് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. വേറെ മിസ്സില്ല. ഇല്ല, എല്ലാരോടും ചോദിക്കാം. ആദര മിസ്സിന്റെ അടുത്തും ചോദിക്കാം. പക്ഷെ മിസ് ഇന്നലെ ഞങ്ങൾക്ക് പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇന്നലെ മിസ്സിന് ടൈം കുറവായിരുന്നു, കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ മിസ് പാവം കുറെ നേരം ഇരുന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് തന്നതാ. അതെ, എനിക്കറിയാം. എന്നോട് ചോദിച്ചു എനിക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റും. ഞാൻ മര്യാദ കൊടുത്താൽ മതിയായിരുന്നു, വെറുതെ എനിക്ക് വരണ്ടായിരുന്നു. എന്നോട് ചോദിച്ചാൽ മിസ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുത്തോണ്ടേന്ന്. പിന്നെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. പാവങ്ങളല്ലേ, എക്സാം അല്ലേ എന്ന് വിചാരിച്ചോണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. 10 ക്വസ്റ്റ്യന് വേണ്ടി ഞാൻ എനിക്ക് 1 മണിക്കൂർ വേണ്ട ആവശ്യമുണ്ടോ? നിങ്ങള് വെറുതെ വന്ന് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. അതാണ് മിസ് ഞാൻ പറഞ്ഞത്. മിസ് 15 മിനിറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ആദ്യ മിസ്സിനെയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. അപ്പൊ സൈക്കോളജിയും കിട്ടിയത്. അതെ അതെ, സൈക്കോളജി എന്ന് ഞാൻ നോക്കിട്ടെങ്കിലും വന്നാ മതിയായിരുന്നു അല്ലേ. ഓർത്തില്ല. നിങ്ങൾ കൊള്ളാട്ടോ, ചോദിച്ചു എന്തൊക്കെയൊക്കെയോ കിട്ടിയിട്ടുണ്ട് കുറച്ചെങ്കിലൊക്കെ. നാളെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്റെ ഉണ്ടോ, ഇൻസ്റ്റയിലുണ്ടോ? നിങ്ങൾ ഉണ്ടല്ലോ. നമ്പർ ഇല്ല മിസ്സിന്റെ. നമ്പറും കൂടി കിട്ടാതെ കുറവേ ഉള്ളൂ. നമ്പർ തരാം ഞാൻ. ഇല്ല, നമ്പറൊക്കെ തരാം. നമ്പർ കോൺവെക്കേഷൻ വേണ്ടി തരാം, അല്ലാതെ ഞാൻ നമ്പർ തരില്ല. ഞങ്ങള് ജയശ്രീയോട് പറഞ്ഞേക്കാം മിസ് ഞങ്ങളുടെ അഭിപ്രായം. ജയശ്രീ മിസ്സിന് മെസ്സേജ് മിസ്സേ, എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എളുപ്പമുണ്ടെങ്കിൽ എന്തായാലും മിസ്സിന്റെ മെസ്സേജ് അയച്ച് പറയും. ഓക്കെ, ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 10 ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് മെസ്സേജ് പറയണം. ഞാൻ നോക്കാം കറക്റ്റ് ആണോ ഇല്ലയോ. ഓ, ലുതിയൊക്കെ അബദ്ധമായി, വേണ്ടായിരുന്നു എന്നൊക്കെ. ഓക്കെ, നിങ്ങൾ നോക്കൂ, ചുമ്മാ നോട്ട് ചെയ്തേക്കൂ കേട്ടോ. എളുപ്പമാണേ, പേടിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ കഴിഞ്ഞോ, ടൈം ആയിട്ടില്ല. ടൈം ആവട്ടെ, പറയാം. എന്നിട്ട് വേഗം പോവാലോ. മിസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മിസ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേ സൗണ്ടിന് വ്യത്യാസം വരുന്നുണ്ട്. സൗണ്ട് എപ്പോഴും അടഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞുതരാമോ മിസ്സിന്? ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ പക്ഷെ എനിക്ക് ഇത്രയും പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ സ്കൂളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ബേസ് പറയുമ്പോഴത്തേക്ക് ഒട്ടും പറ്റുന്നില്ല.
അവിടെ അതിന് ചെന്നിട്ട് പറ്റില്ലല്ലോ, പിള്ളേര് പറഞ്ഞ അനുസരിക്കില്ല മിസ്സേ. നമ്മൾ ഒച്ചത്തിൽ അവരെ വിളിച്ചാലേ അവര് ശ്രദ്ധിക്കുള്ളൂ. അവരെ ഓരോരുത്തരുടെ പേര് നമ്മൾ ഒച്ചത്തിൽ വിളിക്കണം. നമ്മളുടെ മാക്സിമം സൗണ്ട് എടുത്താ ഒച്ചത്തിൽ വിളിക്കുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളാവുകൊണ്ട് ഭയങ്കര കുരുത്തക്കേടായിരിക്കും. അപ്പൊ അത്രയും സ്ട്രെയിൻ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സൗണ്ട് ബേസ് ഒക്കെ ഒരുമാതിരിയുടെ പെറ സൗണ്ട് ആയിപ്പോ സംസാരിക്കുമ്പോ. അതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ മിസ്? എന്തെങ്കിലും എന്റെ ഉപ്പുവെള്ളം ഒക്കെ കൊണ്ടാ മതിയെന്ന് ചിലവര് പറയുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ജയശ്രീയുടെ പാട്ട് കൊടുക്കണം മിസ്സേ. ഇതില് എനിക്ക് തോന്നിയ കാര്യം നമ്മൾ അധികം ഒച്ച ഇടാതിരിക്കുക. മേ ബി അത് മെയിൻ ആണ് കേട്ടോ. കാരണം നമ്മൾ അധികം സ്ട്രെയിൻ എടുക്കണ്ട. കാരണം ഒച്ച എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒച്ച കേട്ടോണ്ട് സൈഡിലാവണമെങ്കിൽ എന്തെങ്കിലും ബെഞ്ചും വിട്ട് അടിക്കുക. ഓക്കെ, അങ്ങനത്തെ ചെറിയ കാര്യം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ തമാശയല്ല. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒച്ച കേട്ടാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഡെസ്കിലിട്ടോ അങ്ങനെയെങ്കിലും അടിക്കുക. ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ ഒന്ന് സ്റ്റക്ക് ആയെന്നോളൂ, എന്നിട്ട് കാര്യം പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് മിസ്സേ, നമുക്ക് ഇപ്പൊ ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് നമ്മളെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തോടെ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ഡെസ്കിലൊക്കെ ഇട്ട് അടിക്കുന്നത് മോശമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പിന്നത്തെ കാര്യം നമ്മള് ആ രീതിയിലൊന്ന് ക്ഷമ എന്ന് പറയുന്ന സാധനം എന്താണെന്ന്. കാരണം നമ്മള് അറിയാലോ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ഇപ്പൊ ഇല്ല, അത് കുറഞ്ഞോടിക്കും. മനസ്സിലായി, റിയലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. നമ്മള് കുട്ടികളുടെ അടുത്ത് പോകുമ്പോ ആ രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. കാരണം ഒരുപാട് വികൃതിയായവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കാൻ നൈസായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളുടെ രീതിയിൽ അങ്ങനെ ഒന്ന് സംസാരിച്ച് കൂളാക്കാൻ നോക്കാം. കാര്യം പറയട്ടെ, ഞാൻ ചെന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഇടപെട്ടോണ്ടിരുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര സൗണ്ട്, നമ്മൾ പറഞ്ഞാലും കേൾക്കൂല, നമ്മളെക്കാളും ഒച്ചത്തിലായിരുന്നു സൗണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കി മറ്റുള്ള ടീച്ചേഴ്സ് വരുമ്പോ അവർക്ക് അത്ര ബഹളമില്ല. അവര് ഒച്ച എടുത്തിട്ടുണ്ടെങ്കിൽ അവര് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു, അവര് പറയുന്ന എല്ലാം കേൾക്കുന്നു. പക്ഷെ നമ്മള് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലാസ്സിൽ കൂടെ ഇറങ്ങി ഓടുക, പറഞ്ഞ അനുസരിക്കില്ല, അവിടെ പോകാൻ പറഞ്ഞ് ഇവിടെ പോകും, അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കി കുറച്ചൊക്കെ അവരുടെ അടുത്ത് പേടിപ്പിച്ചാലേ നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പം കുഴപ്പമില്ല മിസ്സേ. ഇപ്പൊ ക്ലാസ്സിൽ എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം സൗണ്ട് ഒക്കെ എടുത്ത് പേടിപ്പിച്ചൊക്കെ നിർത്തുമ്പോ കുഴപ്പമില്ല. എന്നാൽ ഫ്രണ്ട്ലി ആവേണ്ട അടുത്ത് ഫ്രണ്ട്ലി ആവുന്നുണ്ട്. അങ്ങനെ മതി. പിന്നെ ഇന്റേൺഷിപ്പ് ആണ്, മറ്റ് ടീച്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇതും അതിൽ പെടുന്നൊരു കാര്യമാണ്. അവർക്കും അറിയാം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ ഒച്ചെടുത്ത് വിചാരിച്ചാൽ അതിനൊന്നും വിഷയമൊന്നുമില്ല. അപ്പൊ രണ്ടും വേണം. ഒരുപാട് വേറൊരു കാര്യം കൊണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാല് പറഞ്ഞിട്ടുണ്ട് തലേ കയറിയിരിക്കുമെന്ന് പറയില്ലേ, അതുകൊണ്ട് സോ അത്രയും ഫ്രണ്ട്ലി ആകരുത്. എവിടെയും ഒരു ഗ്യാപ്പ് വേണം. അത് ഞാൻ ടീച്ചേഴ്സ് സ്റ്റുഡന്റ് ആ റിലേഷനിലല്ല പറയുന്നത്, എല്ലാ റിലേഷനിലാണെങ്കിലും ഒരു ഗ്യാപ്പ് എപ്പോഴും ആവശ്യം. ഒരുപാട് നമ്മള് സ്പേസ് കൊടുക്കാൻ പാടില്ല, ഒരുപാട് നമ്മൾ അവൈലബിൾ ആയിരിക്കാനും പാടില്ല. ഒരു വാല്യൂ ഉണ്ടാകില്ലെന്നാ പറയാം. അതുകൊണ്ട് എന്താണെങ്കിലും ഒരു ഗ്യാപ്പ് എപ്പോഴും നല്ലതാണ്. ആ ഗ്യാപ്പ് അതിടുമ്പോ റെസ്പെക്ട് ഉണ്ടാകും, ഒരു പേടി ഉണ്ടാകും, അതിലൊരു സ്നേഹം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ആ ഗ്യാപ്പില് കുറച്ചുകൂടെ അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും കിട്ടില്ല. ഓക്കെ, നമ്മൾ കുറച്ച് ഫ്രീഡം കൊടുക്കുന്നു, ശരി, സമ്മതിച്ചു. ഫ്രീഡം വേണം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങള് ഫസ്റ്റ് ടൈം ആണല്ലോ, ഇന്റേൺഷിപ്പ് ആണല്ലോ, ഫ്രണ്ട്ലി ആകാന്ന് പറഞ്ഞ കുട്ടികൾ അത് മുതലെടുക്കും. അവരല്ലേ, അറിയാതെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, അറിയാം. അപ്പൊ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് കുറച്ചൊക്കെ നമ്മള് ഇപ്പോ സബ്ജക്ട് വൈസ് അല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ, അല്ലെ, ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം എന്നത്. സോ ഇതെല്ലാം നമ്മൾ തന്നെ സ്വയം പഠിക്കേണ്ടതാണ്. അത് മറ്റുള്ളവരൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ പഠിക്കുക. അതാണ് സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയുന്നൊരു കാര്യം. അത് തന്നെയാണ് ബുദ്ധിപരമായിട്ട് നീങ്ങാം. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെ കയ്യിലെടുക്കാം, ഇത്രയും കാര്യങ്ങളൊന്നും നോക്കാം. അതായത് ഫുൾ ടൈം പേടിപ്പിക്കുകയാണെങ്കിൽ പിള്ളേർ പേടിച്ചിരിക്കും, അതും പറ്റില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ തലേ കയറും, അതും പറ്റില്ല. അപ്പൊ ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. അതാണ് വേണ്ടത്. ഒരു നോട്ടം കൊണ്ട് തന്നെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിൽ ഒച്ചെടുക്കേണ്ടി വരും. അത് നമ്മുടെ മക്കളോടായാലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നമ്മൾ നോക്കി ഇങ്ങനെ അത് എങ്ങനെ നോക്കണം, അല്ല അതൊക്കെ നല്ല കേട്ടോ. പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര കുറച്ച് സീനാണ്. പാരന്റിങ് ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ,
പക്ഷെ എനിക്ക് കുട്ടികളെ പഠിപ്പിച്ചൊരു ശീലമില്ല, എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ പഠിപ്പിക്കുക. എല്ലാവരും നമുക്ക് എങ്ങനെയും പഠിപ്പിക്കാം, പക്ഷെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടഫാണെന്നൊന്നും വിചാരിക്കണ്ട. ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കുട്ടികളെ ആ രീതി ഹാൻഡിൽ ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്, അവർക്ക് എന്ത് പറഞ്ഞാണ് ഇഷ്ടം, അതൊക്കെ നമ്മൾ നോക്കാം. അവരെങ്ങനെ നമുക്ക് സൈലന്റ് ആയിട്ട് ഇരുത്താൻ പറ്റും, അവരെങ്ങനെ നമ്മൾ ശ്രദ്ധ, ആ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ കിട്ടും എന്നൊക്കെ നമ്മൾ ആ രീതിയിൽ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നമ്മൾ അതിൽ സെറ്റ് ആകും. ഉറപ്പാണ് ദിവസം നിങ്ങൾക്ക് ആ ട്രിക്ക് കിട്ടും. പക്ഷെ നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് മാത്രം. അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് ക്ലാസ് ചെയ്തെന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. എനിക്ക് എന്റെ മോളെ നോക്കിയ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അത് എന്റെ മോളെന്ന് പറഞ്ഞാൽ വലിയ വാശിയൊന്നുമില്ല. ഒരു വാശിയുള്ള കൊച്ചിന്റെ അടുത്ത് വന്ന എനിക്ക് ദേഷ്യം കയറും, അത് വേറെ വാശിയോ. അപ്പൊ അറിയില്ല, എനിക്ക് അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അത് ഒച്ചെടുക്കണ്ടെന്നുള്ളത് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. പിന്നെ നമുക്ക് ദേഷ്യം വരും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. എല്ലാം മനുഷ്യന്മാർ തന്നെയാണ്. എത്ര നേരം വെച്ചാൽ നമുക്ക് എല്ലാം ഇമോഷൻസ് അങ്ങനെ ഒരുപാട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് എല്ലാം പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ എന്ത് ഇമോഷൻസ് വരുമ്പോൾ, സങ്കടം ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. എല്ലാം പ്രാക്ടീസിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ആയതിന്റെ ആയിരിക്കും, പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ എടുക്കുന്ന രീതിയല്ല ഞാനിപ്പോ ഫോളോ ചെയ്യുന്നത്. കാരണം ഞാൻ ആരുടെ നിന്നും പഠിച്ചതല്ല, അത് എടുത്തെടുത്തിട്ട് എനിക്ക് മനസ്സിലായി എങ്ങനെയൊക്കെ ക്ലാസ് എടുക്കണം, എങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാകും. പിന്നെ സൗണ്ടിന്റെ കാര്യം വേറൊരു കാര്യം കൂടെ പറയാട്ടോ. സൗണ്ട് എടുത്ത് അതും സെറ്റ് ആവും. അങ്ങനെയും ഉണ്ട്, അത് യൂസ്ഡ് ആകും. അത്രയും സൗണ്ട് വരും പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി. ഫസ്റ്റ് ടൈം ആയതിന്റെ ആയിരിക്കും ആ സ്ട്രെയിൻ വരുന്നത്. പിന്നെ അത് നമ്മള് സൗണ്ട് എടുത്തിട്ട് അത് ഓക്കെ അറിയാലോ, നമ്മുടെ ബോഡി അതിനനുസരിച്ച് നമ്മൾ അത് സെറ്റ് ആയിക്കോളും. സൗണ്ട് എടുക്കാതെ വേറെ വഴിയില്ലെന്ന് ബോഡിക്ക് മനസ്സിലാവും. ഓക്കെ. അതുപോലെ വേറൊരു കാര്യം, നമ്മള് ഇതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്ന എന്ത് കാര്യവും നമ്മുടെ ബോഡി അനുസരിക്കും എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന ഒരുപാട് പേര് ഇല്ല, എത്രയോ സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകാം ലൈഫിൽ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ ഒരു 1:30ക്ക് മുന്നേ വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത് വന്നിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷെ ഈ 1:30 to 2:30 വരെ നിങ്ങൾ ആ കാര്യങ്ങൾ ചിന്തിച്ചു എന്ന് ചോദിച്ചാൽ ചിന്തിച്ചോ? ചിന്തിക്കാൻ നേരുണ്ടായില്ലല്ലോ ക്ലാസ് അല്ലേ? ഇല്ല. ഞാൻ പറയുന്നത് കേട്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ആയിട്ട്, ചിലപ്പോൾ പനി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം. ചിലപ്പോൾ അത്രയും മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ട് ചിലപ്പോൾ എന്നാ പിന്നെ ക്ലാസ്സിൽ കയറാം എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ മൂഡ് ഓഫ് ആയ റീസൺ പോലും നമ്മൾ മറന്നു. അതായത് എനിക്ക് ഭയങ്കര തലവേദന, വിക്സ് ഒക്കെ വെച്ചിട്ടിരിക്കണേ. പക്ഷെ എനിക്ക് എന്തോ കുറെ ചിരിച്ചിട്ടാണ് തോന്നുന്നത്. എന്തോ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ നമുക്ക് ഹാപ്പിനെസ് തോന്നണു, തലവേദന ഒക്കെ മാറിപ്പോയ പോലെ തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക്. എനിക്ക് തലവേദന ഞാൻ വിക്സ് ഒന്നും തേക്കാറില്ല കേട്ടോ. അതിന്റെ റീസൺ ഞാൻ പറയട്ടെ. വിക്സ് തേച്ച് തലവേദന മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമുക്കൊരു തേച്ചാൽ മാറുമെന്നൊരു നമുക്കൊരു വിശ്വാസം. അതുകൊണ്ടാണ് നമ്മള് ചായ കുടിക്കത്തില്ലേ മിസ്, രാവിലെയും വൈകിട്ടും കറക്റ്റ് സമയത്ത്, അതേപോലെയാണ് വിക്സ് തേക്കുന്നത്. പക്ഷെ എനിക്ക് കേട്ടോ മിസ്സേ, ഞാൻ അങ്ങനെ തേക്കാറില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര തലവേദന, ഇങ്ങനെ കുത്തണ പോലെ തോന്നില്ല. ഒരു സൈഡ് നല്ല ഇങ്ങനെ കുത്തണ പോലെ തോന്നുമ്പോഴാണ് ഞാൻ അങ്ങനെ വിക്സ് യൂസ് ചെയ്യാറില്ല. ഇത് അത്രയും പറ്റാഞ്ഞപ്പോ ഞാൻ കുറച്ച് ഒരു സൈഡിൽ മാത്രം അങ്ങനെ തേച്ചതാ. അതുണ്ടായി, അല്ലാതെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത്ര അഡിക്ഷൻ ഒന്നുമില്ല എനിക്ക്, അങ്ങനെയൊന്നുമില്ല. അഡിക്ഷൻ ഇല്ല. അത് തേക്കുമ്പോ മാറുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ ഇതുവരെ എനിക്കിഷ്ടമുള്ള തോന്നുന്നു. അതിന്റെ റീസൺ ഞാൻ പറയാം. ഇപ്പോ ലുതിയക്ക് തലവേദന വന്നു, ലുതിയ വിക്സ് തേക്കാതെ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താണെങ്കിൽ ആ തലവേദന ഇപ്പോഴും മാറും. കാരണം നമ്മൾ ശ്രദ്ധ മാറി. ഇപ്പൊ വിക്സ് തേക്കുമ്പോ വിക്സിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, നമുക്ക് തേക്കുമ്പോ ഒരു പുകച്ചിലാണെങ്കിലും അല്ലെ, നമ്മൾ ശ്രദ്ധിക്കുന്നത് തലവേദനയാണോ അല്ലെങ്കിൽ ആ വിക്സിന്റെ ആ ഒരു എഫക്റ്റിനാണോ നമ്മൾ ശ്രദ്ധിക്കുക പെരട്ടതിന് ശേഷം? എന്താ പറഞ്ഞ മിസ്സേ? വിക്സ് നമ്മൾ തേക്കുന്നു. വിക്സ് തേക്കുമ്പോ
നമുക്ക് എന്താ ഫീൽ ചെയ്യാ? നമുക്കൊരു ഇങ്ങനെ അതിന്റെ ഒരു ഗ്യാസ് അതെ, അതിന്റെ സ്മെല്ലായിക്കോട്ടെ, ആ തേക്കുമ്പോൾ നെറ്റിയിലുണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് ആയിക്കോട്ടെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. തലവേദനയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല. വിക്സ് തേച്ചിട്ടുണ്ട്, ആ വിക്സ് തേച്ചു, അങ്ങനെ നല്ല സുഖമുണ്ട്, എനിക്ക് കിടന്നുറങ്ങാം, ആ ഒരു മൈൻഡ്. അപ്പൊ തലവേദന അവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ചിന്ത മാറി, അതുകൊണ്ട് തലവേദന മാറും. അതാണ് സത്യം. അല്ലാതെ വിക്സ് കൊണ്ടല്ല അത് മാറുന്നത്, നമ്മുടെ മൈൻഡാണ്. നിങ്ങൾ തലവേദന എടുക്കുമ്പോൾ നിങ്ങൾ പാട്ട് കേട്ടോക്കെ, ആ പാട്ടിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പോവാ. തലവേദന മറന്നു എന്നാ അപ്പൊ തലവേദന വരില്ല, അത്രേ ഉള്ളൂ. പിന്നെ തലവേദന വരാൻ കാരണം ചിലപ്പോ ഒന്നില്ലെങ്കിൽ നമ്മൾ ഉറക്കക്ഷീണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടയർഡ്നെസ് വരുമ്പോഴാണ് തലവേദന വരാം. അല്ലാതെ വിക്സ് തേച്ചത് കൊണ്ടൊന്നും തലവേദന മാറില്ല. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു പെയിൻ വരുമ്പോ നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഓയിൽമെന്റ് ഒക്കെ തേക്കുമല്ലോ, അതുകൊണ്ടൊന്ന് റിലീഫ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു എഫക്റ്റ് ആ എഫക്റ്റ് ആണ് നമ്മുടെ മൈൻഡിൽ ഇരിക്കുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി മറ്റേ കാര്യം നമ്മൾ മറന്നു. അത്രയേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് ആണെല്ലാം, അത് പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൈൻഡ് ആണെല്ലാം. എന്ത് പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് ആ പെയിൻ ഇല്ല, ആ പെയിന്റെ റീസൺ കണ്ടുപിടിക്കുക, സയന്റിഫിക്കലി ഉള്ള റീസൺ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് മാറും. ഇപ്പൊ നമ്മുടെ മൂഡ് ഓഫ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മൂഡ് ഓഫ് ആണെങ്കിൽ ഒരു ഫ്രണ്ട് വന്ന് നിങ്ങളൊന്ന് ചിരിപ്പിച്ചാൽ ആ മൂഡ് ഓഫ് എവിടെ പോയി നമുക്ക് അറിയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ മൂഡ് ഓഫിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം മൂഡ് ഓഫ് ആയിട്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ മൈൻഡാണ്. അതുകൊണ്ടാ പറഞ്ഞ എക്സാമിന് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എക്സാം സെറ്റ് ആയിരിക്കുന്നു വിചാരിക്കുക, എനിക്ക് എഴുതാൻ പറ്റും, പഠിച്ചതേ ഞാൻ എഴുതും, എനിക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നത് ഞാൻ എഴുതും, അത്രേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ടൈമില് എന്താണെന്നറിയില്ല, ആ ടൈമിൽ ഇതുപോലെ ദ്വിതീയ തലവേദന പോലെ വന്ന ദ്വിതീയ മൂഡ് ഓഫ് ആയി പോകും. അപ്പൊ പഠിച്ചത് ഓർമ്മ വരുമോ? ഇല്ല. നമ്മൾ തലവേദന ആയിരിക്കും, ഞാൻ മൂഡ് ഓഫ് ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കും. അതാണ് ആ ഒരു മണിക്കൂർ കൊണ്ടുള്ള മാറ്റമാണ്, ആ ഒരു മണിക്കൂറിൽ വരുന്ന ഒരു റിസൾട്ട് ആണ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ടെന്നേ, ചുമ്മാ അങ്ങോട്ട് കേറാ, എങ്ങനെയുണ്ട് എക്സാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചവിടെ കയറിയാൽ മതി. എന്നിട്ട് അറ്റൻഡ് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവാം. അതിനെ കുറിച്ച് പിന്നെ ആലോചിക്കണ്ട. സബ്മിറ്റ് ചെയ്തല്ലോ, അയ്യോ എനിക്കിനി എത്ര മാർക്ക് കിട്ടി, ഞാൻ തോറ്റു പോകും, പിന്നെ ചിന്തിച്ചിട്ടേ കാര്യമില്ല. സബ്മിറ്റ് ചെയ്തല്ലോ, ഇനി മാറാനൊന്നും പോകണില്ല, അങ്ങനെ പോവാ. റിസൾട്ട് വരുന്നു, അത്രയും മാർക്ക് കിട്ടിയോ, ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ എന്ന് ചിന്തിക്കാം, ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ഇങ്ങനെ നോക്കിയാൽ മതി. അല്ലാതെ അയ്യോ എനിക്ക് അത്രയും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഒരു 60 കിട്ടിയല്ലോ, എനിക്ക് 80 ആണ് പ്രതീക്ഷ, 80 കിട്ടിയില്ലോ എന്ന് ചിന്തിക്കരുത്. 60 എങ്കിലും കിട്ടിയല്ലോ ഒന്ന് ചിന്തിക്കാം, അതിൽ ഹാപ്പി ആവാം, അത്രയേ ഉള്ളൂ. അതാണ് എക്സാം. വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഒരു ആവശ്യമില്ല. എന്ത് കാര്യവും ലൈഫിൽ നമുക്ക് എല്ലാം ഫേസ് ചെയ്തേ പറ്റും, ഫേസ് ചെയ്യണം, എന്നാലേ അറിയുള്ളൂ. അതെ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണ്ടേ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. ലൈഫ് എന്തിനുള്ളതാ? ആകെ ഒരു ജീവിതമേ ഉള്ളൂ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. എന്തു കോൺഫിഡന്റ് ആയിട്ടാണ് നേരിടുക, അത്രയേ ഉള്ളൂ. ഫേസ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ലൈഫ് ഓരോ പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്ന തോറും നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പോലെ അറിയാൻ നിങ്ങൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പോലെയാണ് നിങ്ങൾ ഇപ്പോ ആണ്. ഓരോ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മാറുകയാണ്. പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു നോക്കിയേ, റെക്കോ ക്ലാസ് കാണാം, മടിയാണ് റെക്കോ ക്ലാസ് കാണാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് ഒന്നും വരില്ല. റെക്കോ ക്ലാസ് കണ്ടാലും എന്തെങ്കിലും ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോകും, എന്ത് ബോറ് ക്ലാസ് ആണെന്ന് അറിയുള്ളൂ. പക്ഷെ ലൈവ് ക്ലാസ് ആകുമ്പോൾ കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, അതിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ മാറുന്നത്. ഓരോ ടീച്ചേഴ്സ് വരുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ട് എല്ലാം എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുക. ഓരോ ലൈഫില് ഓരോ ദിവസവും ഓരോ ലെസൺസ് ആണ്. അതുപോലെ നിങ്ങൾ ആരൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, ആരോടൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ, അതെല്ലാം ലെസൺസ് ആണ്. എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവണ്ടെന്നും കാണിച്ചു തരുന്ന മറ്റുള്ളവരാണ്, അല്ലേ? നിങ്ങളുടെ മുന്നിൽ എത്രയോ പേര് വരുന്നുണ്ട്, നിങ്ങൾ എത്രയോ പേര് കാണുന്നുണ്ട്. വീട്ടിൽ തന്നെ ആയിരിക്കുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല. പുറത്തോട്ട് ഇറങ്ങണം, ചുറ്റും എന്താണ് നടക്കുന്നത് അറിയണം, ചുറ്റുള്ള ആൾക്കാരെ അറിയണം. ഇതൊക്കെ നമ്മൾ അവരുടെ മിങ്കിൾ ചെയ്താൽ മാത്രം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരുപാട് മാറും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് നമുക്ക് തോന്നും. ചിലരെ കാണുമ്പോൾ കൊള്ളാം, ഇങ്ങനെയെങ്കിലും നമുക്ക് ആകണം, കുറച്ചെങ്കിലും നമുക്ക് അതേപോലെ ആകണം, ഫോളോ ചെയ്യണം എന്ന് തോന്നും. അങ്ങനെ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ മിങ്കിൾ ചെയ്താൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനൊക്കെ
ടീച്ചിങ്ങിലൊക്കെ ഇറങ്ങിയതിന് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ. അത് ഞാൻ ഈ ക്ലാസ് എടുത്ത് നിങ്ങളോട് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെയാണ്. സ്റ്റുഡൻസ് പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോ എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ടീച്ചറായി ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം എക്സ്പീരിയൻസ് പറയും അവരോട്? ആലോചിച്ച് എല്ലാവരെ കുറിച്ചും പറയും. ചിലപ്പോ എന്നെ കുറിച്ചൊക്കെ പറയാം ചിലപ്പോ. അത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ക്ലാസ്സിൽ വന്നു, ക്ലാസ് കേട്ടു, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ പറയുന്ന ഓരോ വാക്കുകളാണെങ്കിലും എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരോടും പറയാനും പറ്റും അല്ലേ? എല്ലാം നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ. അതുപോലെ തന്നെയാണ് എക്സാം. അങ്ങനെ മനസ്സിലാക്കൂ. ഓക്കെ, റിയലൈസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യുക. ഇതാണ്, ഇങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് ലൈഫ്, തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. നാളെ എന്താകുമെന്ന് അറിയില്ല. സോ നാളത്തേക്ക് വേണ്ടി ജീവിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സന്തോഷത്തോടെ ഇരിക്കുക. ഓരോ നിമിഷവും ഇമ്പോർട്ടന്റ് ആണ്, വാല്യബിൾ ആണ്. അപ്പൊ ഓരോ നിമിഷം എൻജോയ് ചെയ്യുക. ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നോക്കുക. ഓക്കെ, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ബി പോസിറ്റീവ് ഓൾ ദി ടൈം. അത് ഇരിക്കാൻ എളുപ്പമാണെന്ന് വെച്ചാല് എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്താൽ മതി. എന്തും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുന്ന വെക്കും. അത് ഓരോ ദിവസവും നെഗറ്റീവ്സ് വരുമ്പോ നെഗറ്റീവ്സിനെ മാറ്റാൻ നോക്കാം. ചിന്തിക്കണം, അയ്യോ നെഗറ്റീവ് ചിന്തിക്കില്ല, അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യും, മൂന്നാമത്തെ ദിവസവും നിങ്ങൾ അങ്ങനെ ചെയ്യും. പിന്നെ ഹാബിറ്റ് ആയിട്ട് ഒരു പ്രാക്ടീസ് ആയിട്ട് പിന്നെ നിങ്ങൾ ആലോചിക്കണ്ട, ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചു പോകും. അതാണ് പ്രാക്ടീസ്. ഓക്കെ, അങ്ങനെയൊക്കെ മാറാൻ നോക്കാം കേട്ടോ. കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടണമെന്ന് വിചാരിക്കുന്നു. ടെൻഷൻ ഫ്രീ ആയോ? വെറുതെ കുറെ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു. നാളെ എപ്പോഴാ എക്സാം? എപ്പോഴായിരുന്നു? 2 മണിക്ക് അല്ലെ? ഇനി ഒരു 1:30 ആകുമ്പോൾ ടെൻഷൻ തുടങ്ങരുത്. അല്ലെങ്കിൽ നാളെ എണീക്കുമ്പോ ടെൻഷൻ തുടങ്ങരുത് കേട്ടോ. ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഇവിടെ വെച്ച് മറന്നു പോകാനും പാടില്ല. കേട്ടല്ലോ? പിന്നെ ഒരുപാട് ഇത് വലിച്ചു വാരി പഠിക്കരുത് കേട്ടോ. പഠിച്ചതിന് പിന്നെയും ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ വിട്ടേക്കാ. ബുക്ക് അടച്ചു വെക്കുക, പിന്നെ തുറക്കരുത്. റിലാക്സ് ചെയ്ത് നടക്കാം. അതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യരുത്. നാളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുക. ഓക്കെ, ഇന്ന് ഫുള്ളിന് വേണമെങ്കിൽ ഒന്ന് പഠിച്ചോ. നാളെ ആവുമ്പോൾ നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. രാവിലെ ഇരിക്കുക, റിലാക്സ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുക. എക്സാം അറ്റൻഡ് ചെയ്യാം. അത് മതി. ഓക്കെ, സെറ്റാണല്ലോ? ഇപ്പൊ ടെൻഷൻ ഒന്നുമില്ലല്ലോ? കിട്ടിയത് മതിയെന്നേ, ഇത്രയും മതി. 100-ൽ 100 വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോ പറയും ഈ മിസ് പറഞ്ഞു 100-ൽ 100 വാങ്ങേണ്ടത് മിസ് പറഞ്ഞോട്ടോ ഒന്ന് പറയരുത് കേട്ടോ. കിട്ടിയാ വാങ്ങിച്ചോ, അത്രയേ ഉള്ളൂ. ഞാൻ കിട്ടിയാലോ അല്ലേ, ഞാനൊരു ബിരിയാണി കിട്ടിയാലോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും കേട്ട് ഉറക്കം നോക്കിയിരിക്കുകയാണ്. ഉറക്കം നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ഇതെല്ലാവർക്കാണോ? എന്താണ് എന്തെങ്കിലും പറയൂ. ഇത്രയും ചുമ്മാ ഞാൻ എന്തൊക്കെയോ ഇത് പറഞ്ഞു, നിങ്ങളും ഉണ്ടായിരിക്കുന്നു. മിസ് പറഞ്ഞ കേട്ടപ്പോ എല്ലാവർക്കും ഒരു ആശ്വാസം കുറഞ്ഞിട്ടുണ്ട്. നാളെ കൂടാൻ വേണ്ടിയാണ്. നാളെ ആരും പഠിക്കില്ല. അയ്യോ, അശ്വതി മിസ് പറഞ്ഞു നാളെ ഇനി പഠിക്കണ്ട എന്നൊക്കെ പറയുന്നല്ലോ. എന്തോ? ഞാൻ എല്ലാരും പഠിക്കാണ്ട് എക്സാം എഴുതി നോക്കായിരിക്കും. പഠിക്കാതെ എക്സാം എഴുതുന്ന ആൾക്കാരോ? മിസ് പറഞ്ഞല്ലോ വല്ലാണ്ട് പഠിക്കണ്ടെന്നോ, പിന്നെ എല്ലാരും പഠിക്കാണ്ടിരിക്കായിരിക്കും പറഞ്ഞതാ. അങ്ങനെയും ഉണ്ട്. ഞാൻ പറഞ്ഞത് അബദ്ധമായാലോ? എക്സാം പഠിക്കണമെന്ന് പറയുന്നില്ല, പഠിക്കണം. ഒരുപാട് ആകരുതെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പണ്ടൊക്കെ ഇതുപോലെ പഠിച്ചത് നിങ്ങൾ ഇപ്പൊ എവിടെ എത്തിയാലെന്ന് ആലോചിച്ചു. നിങ്ങള് സ്കൂളിലൊക്കെ ഇതുപോലൊക്കെ പഠിച്ചിരുന്നെങ്കിണ്ടല്ലോ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആരും ഉണ്ടാവില്ല അല്ലെ? അത്രയും നന്നായിട്ട് ഇപ്പൊ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അതിപ്പോ സമയമില്ല. പണ്ടൊക്കെ ഒരുപാട് സമയമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് സമയമുണ്ട്. അപ്പൊ പഠിക്കാൻ പറയുമ്പോ പഠിക്കില്ല. എന്നിട്ട് ഇപ്പൊ നേരമില്ലാത്ത നേരത്ത് അത് വിട്ട് സമയമില്ലാത്തപ്പോ ഇരുന്ന് പഠിക്കുകയാണ്. അന്നേരം ഒന്നും നമുക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഇല്ല മിസ്സേ. പറയും, നമുക്ക് എക്സ്പീരിയൻസ് എടുക്കൂല. ഇപ്പൊ നമ്മ മക്കളോട് പറയുന്ന പോലെ മക്കൾക്ക് ഇപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് ഇല്ലല്ലോ.
ഇപ്പൊ എന്റെ മക്കൾ എന്നെ പഠിപ്പിക്കുക. ഇപ്പൊ ഇന്നലെ തുടങ്ങി ഉമ്മിക്ക് എക്സാം അല്ല, എന്താ പഠിക്കാത്ത ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. പഠിക്ക് പറഞ്ഞിട്ട്. ഇതുപോലെയാണ് നമ്മുടെ അമ്മമാര് നമ്മളോട് പറഞ്ഞത്. അന്ന് നമുക്ക് അറിയില്ലല്ലോ. എക്സ്പീരിയൻസ് മനസ്സിലായോ? എക്സ്പീരിയൻസിന്റെ വില മനസ്സിലായോ? പറയാൻ എളുപ്പമാ. അനുഭവത്തിലൂടെ പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കൂ. അല്ലാതെ ആരൊക്കെ എന്തൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെയാണ് പിള്ളേരെ അങ്ങ് വിട്ടേക്കാ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബാക്കിയൊക്കെ എന്തോരെന്ന് വെച്ചാൽ ഫോഴ്സ് ചെയ്യും. ഒരു സമയമാകുമ്പോൾ പഠിച്ചോളൂ, നിങ്ങളെ പോലെ ഒരു സമയമാകുമ്പോൾ പഠിക്കും. പക്ഷേ നമുക്ക് അതിനൊന്നും പറഞ്ഞു തരാനും ഇന്ന രീതിയിൽ പോകും എന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ കൂടുതൽ സ്കില്ലും കൂടെ പഠിപ്പിക്കുക. ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്, അത് കൂടെ പഠിപ്പിക്കുക. അല്ലാതെ നമുക്ക് നമ്മുടെ സിലബസ് എല്ലാം കറക്റ്റ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരുപാട് എന്താണ് നോർമലി അറിയേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ പിള്ളേർക്ക് അറിയില്ല. നമ്മുടെ സിലബസ് അങ്ങനെയാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. ഒന്ന് ആലോചിക്കുക നിങ്ങൾ. കുറെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ ഒന്നും യൂസ്ഫുൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് മാത്സിലൊക്കെ എന്തൊക്കെയാണ് ഒരുപാട് അല്ലാതെ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോർമലി നമുക്ക് നമ്മുടെ ലൈഫിൽ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പഠിപ്പിക്കുന്നില്ല കുട്ടികളെ, അല്ലേ? എന്താണല്ലേ സിസ്റ്റം തന്നെ മാറ്റം. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ടോപ്പിക് എവിടേക്കോ പോകുന്നു. എന്നെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് കേട്ടോ. ഞാൻ എന്തൊക്കെയോ സംസാരിക്കരുത്. അങ്ങനത്തെ വല്ലാത്തൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ പഠിക്കേണ്ടത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പഠിക്കേണ്ടത് നൗൺ പഠിക്കാം. നൗണില് പ്രോപ്പർ, കോമൺ, കളക്റ്റീവ്, അബ്സ്ട്രാക്ട്, ഇതൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് ജസ്റ്റ് നോക്കാം. പ്രോണൗണില് ഇൻഡിഫിനൈറ്റ്, റെസിപ്രോക്കല്, റിഫ്ലക്സീവ്, ഇത് ജസ്റ്റും അതിന്റെ കീവേഡ്സ് ഒക്കെ ഒന്ന് പഠിക്കാം. ദെൻ റിലേറ്റീവ് പ്രോണൗൺ നോക്കി വെക്കാം. റിലേറ്റീവ് പ്രോണൗൺ നോക്കാം. ദെൻ അഡ്ജക്റ്റീവ് എങ്ങനെയാണ് അണ്ടർലൈൻ ചെയ്തിട്ട് അഡ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് ഈ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ അഡ്ജക്റ്റീവ് ഫ്രേസ് അങ്ങനെ തന്നെയാണ്. ദെൻ ആഡ്വേർബ് നോക്കി വെക്കാം. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇനി കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നൗണിന്ന് ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻ നൗണിന്ന് വന്നിട്ടുണ്ടാവാം. മേ ബി വെർബിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബാക്കി അറിയാലോ. ഉച്ചയ്ക്ക് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. ആഡ്വേർബിന്ന് എനിക്ക് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് 10 ആയില്ലേ? ഇനിയെങ്കിലും എനിക്ക് പോവാലോ അല്ലേ? ഓക്കെ, ഇനി നിന്നാ ശരിയാവില്ല. ഓക്കെ, നന്നായിട്ട് എക്സാം എഴുതു. ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ആയിട്ട് എഴുതു. ഇംഗ്ലീഷ് ഫുള്ള് വാങ്ങിയിട്ട് വരണം കേട്ടല്ലോ. ഇനി ഇത് ഫുള്ളില്ല മിസ് തോറ്റുപോയി ഇംഗ്ലീഷ് മാർക്കില്ല എന്നൊക്കെ പറയരുത്. എന്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ ബാക്കി ഞാൻ നേരിട്ട് വന്ന് പറയാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സൈൻ ഔട്ടെങ്കിലും പറയാവോ? ഞാൻ പൊക്കോട്ടെ. Yes, Miss. Thank you, Miss, for the valuable tips and strategies for the exam. We are grateful for your encouragement and thank you so much. Thank you, Miss. Yes. താങ്ക് യു മിസ്. നിങ്ങൾ ആലോചിച്ചോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു ഒക്കെ വരവേച്ചു. ഇപ്പോ ഇത് പറഞ്ഞല്ലോ, സൈനൗട്ടിലെ ടിപ്സ് ഒക്കെ പറഞ്ഞു. ഇത് ടിപ്സ് ആണോ ഇല്ലയോ എന്ന് നാളെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ ടിപ്സ് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പോവാട്ടോ. ശരി, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am.